കേരളത്തിൽ ബി.ജെ.പി. ആണോ ഭരിക്കുന്നത്, അദാനി സൂപ്പർ ഗവൺമെന്റ് ആണോ? ഈ രണ്ട് പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. എന്നുവെച്ചാൽ അദാനി കരുതുന്നത് കേരളത്തിൽ ബി.ജെ.പി. ആണോ ഭരിക്കുന്നത്. അതിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇതേപോലെ അദാനി വിചാരിക്കുന്നത് അതേപോലെ നടക്കുന്നത്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ബി.ജെ.പി. സർക്കാർ ഭരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ AICC സംഘടനാ സെക്രട്ടറിക്ക് പോലും ഇപ്പോ കേരളത്തിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി.ജെ.പി. ആണോ ഭരിക്കുന്നത് എന്ന് സംശയം വരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നാം കാണേണ്ടത്, ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി എങ്ങനെയാണ് അദാനിയുടെ ഈ തുറമുഖ കമ്പനിയുടെ ഷെയറുകൾ കൈമാറിയിട്ടുള്ളത്. കരാർ വ്യവസ്ഥയെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് അദാനി ഷെയറുകൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വേണ്ടി കൈമാറിയിട്ടുള്ളത്. 49% ഷെയറുകൾ 13,200 കോടി രൂപയുടെ കൈമാറ്റം നടന്നിരിക്കുന്നു. സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ്. എന്നാൽ കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് അനൌദ്യോഗികമായി അറിയിച്ചു എന്നുള്ളതാണ്. അത് ശരിവയ്ക്കുന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. നിലവിലുള്ള കരാർ അനുസരിച്ച് പ്രയർ അപ്രൂവൽ വേണം, മുൻകൂർ അനുമതി വേണമെന്ന് കൃത്യമായി നിഷ്കർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായ വ്യവസ്ഥയുള്ള സാഹചര്യത്തിൽ സെബിയിൽ ഈ എഗ്രിമെന്റിലേക്ക് എത്തി എന്ന് പറഞ്ഞ് സമർപ്പിച്ചതിന് ശേഷവും കേരളത്തിന്റെ മുഖ്യമന്ത്രി അസംതൃപ്തി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ നിയമവിരുദ്ധമായ ഒരു കാര്യം നടന്നിരിക്കുന്നു. കരാർ വ്യവസ്ഥകളുടെ പരസ്യമായ ലംഘനം അടക്കുമ്പോ ഒരു അസംതൃപ്തി എന്ന വാക്കുകൊണ്ടാണോ അതിനെ പരാമർശിക്കേണ്ടത്? അപ്പൊ കരാർ ലംഘനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറയാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ധൈര്യം കാണിക്കുമില്ല? രണ്ട്, അദ്ദേഹം പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് എല്ലാ വശവും പരിശോധിച്ച് തീരുമാനമെടുക്കും. അതിലാണ് നാം വളരെ ഗൗരവമായി കാണേണ്ടത്. ഇപ്പോ ഇവർ കൊടുത്ത എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. തുറമുഖ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി കൂടിയാണ്. ഇങ്ങനെ ഒരു കരാർ വരുമ്പോ അതിന്റെ ആദ്യത്തെ പരിശോധന എംപവേർഡ് കമ്മിറ്റി നടത്തിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും തുറമുഖ വകുപ്പിന്റെ കയ്യിലേക്ക് വരും. തുറമുഖ സെക്രട്ടറി രത്തൻ കേൽക്കർ പരിശോധിക്കും. രത്തൻ കേൽക്കർ പരിശോധിച്ചിട്ട് തുറമുഖ മന്ത്രി ശ്രീ VD സതീശന് കൊടുക്കും. തുറമുഖ മന്ത്രി പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശന് കൊടുക്കും. എന്തെങ്കിലും ഭരണപരമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറി രത്തൻ കേൽക്കർക്ക് കൊടുക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ധനപരമായ ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കലായിരിക്കും. അപ്പൊ മുഖ്യമന്ത്രി നേരെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ VD സതീശന് കൊടുക്കും. ധനകാര്യ വകുപ്പ് അത് പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശന് കൊടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ അത് പരിശോധിച്ചിട്ട് നിയമപരമായിട്ടുള്ള സ്റ്റാറ്റസ് എന്താണ്, നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കാൻ നിയമവകുപ്പ് മന്ത്രി VD സതീശന് കൊടുക്കും. നിയമവകുപ്പ് മന്ത്രി VD സതീശൻ പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശന് കൊടുക്കും. മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി രത്തൻ കേൽക്കർക്ക് കൊടുക്കും. അപ്പൊ ഇതാണ് കിട്ടുണ്ണിയാരുടെ അടിയന്തരം എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തി തന്നെ പരിശോധിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിയമവകുപ്പ്, ധനകാര്യ വകുപ്പ്, പൊതുഭരണ വകുപ്പ് ഒരു മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ഭരണനിർവഹണ സംവിധാനത്തിൽ നിയമവകുപ്പും ധനകാര്യ വകുപ്പും പൊതുഭരണ വകുപ്പും ഇൻഡിപെൻഡന്റ് ആയ വകുപ്പുകളാണ്. ബാക്കി എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കാനുള്ള, മാറ്റം ചെയ്യാനുള്ള അധികാരമുള്ളത് പൊതുഭരണ വകുപ്പിനാണ്. അപ്പൊ തുറമുഖ വകുപ്പിൽ ഉൾപ്പെടെ സെക്രട്ടറി മാത്രമല്ല, ഏത് ഉദ്യോഗസ്ഥനാണ് ഫയൽ നോക്കേണ്ടതെങ്കിൽ അവിടെ ആരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന പൊതുഭരണ വകുപ്പാണ്. അപ്പൊ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിക്ക് ഇവ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളതാണ്. വകുപ്പുകൾ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഈ വകുപ്പുകൾ ധനം, നിയമം, പൊതുഭരണം, തുറമുഖം, ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 സ്വതന്ത്ര വകുപ്പുകളും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വകുപ്പും അത് സ്വയം ഏറ്റെടുത്തിരിക്കുന്നത് എന്തിന്റെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്.
അതുകൂടി മനസ്സിലാക്കിയിട്ടായിരിക്കാം AICCയുടെ സംഘടനാ സെക്രട്ടറി